അങ്ങനെ അർജന്റീന ക്വാർട്ടറിൽ എത്തിയിരിക്കുകയാണ്. ഈജിപ്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടമായിരുന്നു. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു 3 ഗോളുമായി അർജന്റീന ജയം സ്വന്തമാക്കി ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുകയാണ്. മനീഷ് ഐഷ മാത്യു തുടരുന്നുണ്ട്. മനീഷ്, ഈ ഈജിപ്തിനോടും കേപ്പ് വെർദേക്കും എതിരെയുള്ള ഡിഫൻസിലൊക്കെ വരുത്തിയ മിസ്റ്റേക്സ് ഒക്കെ ഇനി ക്വാർട്ടറിൽ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ അർജന്റീന? തീർച്ചയായിട്ടും സോന, അർജന്റീന എന്ന ടീമിനെ വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ അവരെ ലോക ചാമ്പ്യന്മാരാക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അവർക്ക് പ്രചോദനപ്പെട്ടത് ഓരോ മത്സരങ്ങൾക്ക് ശേഷവും അവർ തെറ്റുകൾ തിരുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ആ മത്സരത്തിലുണ്ടായ പിഴവുകൾ എന്താണെന്ന് പഠിച്ചതിന് ശേഷമായിരിക്കും അവർ അടുത്ത മത്സരത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. സ്കലോണി അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു 2022 ഖത്തർ ലോകകപ്പിൽ. അതുതന്നെയാണ് അവർക്ക് കിരീടത്തിലേക്ക് എത്താൻ നിർണായകമാകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് വരുത്തിയ പിഴവുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു പഠനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രത്യേകിച്ച് ഡിഫൻസ് ലൈനിൽ വരുത്തിയ ചില പിഴവുകളാണ് ഈജിപ്ത് 2 ഗോൾ നേടുന്നതിന് കാര്യമായി ഈജിപ്തിന് ഗോളിലേക്ക് പോയത്. അതിൽ രണ്ടാമത്തെ ഗോള് ഒരു ഗോൾ മറ്റൊരു ഗോൾ ഈജിപ്ത് നേടിയിരുന്നെങ്കിൽ പോലും അത് ഫൗളിനെ തുടർന്ന് ആ ഗോൾ റദ്ദാക്കുകയാണ് ചെയ്തത്. ആ ഗോൾ അടക്കം ഉണ്ടായത് ഡിഫൻസ് ലൈനിൽ വരുത്തിയ ഒരു പിഴവാണ്, അല്ലെങ്കിൽ മാർക്ക് ചെയ്യുന്നതിൽ വരുത്തിയ ഒരു പിഴവാണ് ആ ഗോളിലേക്ക് നയിച്ചത്. ആ പിഴവുകളൊക്കെ തിരുത്തി തന്നെയായിരിക്കും എന്തായാലും സ്വിറ്റ്സർലൻഡ് കൊളംബിയ മത്സര വിജയികളെ നേരിടാൻ അർജന്റീന ഇറങ്ങുന്നത് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കാരണം അങ്ങനെയാണ് അർജന്റീനയെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. ആദ്യ പകുതിയിൽ അർജന്റീനയ്ക്ക് എന്തോ ഒരു എലമെന്റ് മിസ്സായിരുന്നു എന്നുള്ളത് മത്സരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ അതൊക്കെ തിരുത്തിക്കുറിച്ചാണ് രണ്ടാം പകുതിയിൽ, പ്രത്യേകിച്ച് അവസാന 30 മിനിറ്റുകളിൽ അർജന്റീന കളിച്ചത്. അവർ എന്തുകൊണ്ടാണ് അവർ ലോക ചാമ്പ്യന്മാരായി എന്ന് തെളിയിക്കുന്ന മത്സരം തന്നെ പ്രകടനമാണ് അവർ അവസാന 30 മിനിറ്റിൽ കാണിച്ചത്. കേവലം 4 മിനിറ്റുകൾക്കുള്ളിൽ വഴങ്ങിയ 2 ഗോളുകൾ മടക്കിയടിക്കുക, അതിനുശേഷം ഇഞ്ചുറി ടൈമിൽ 2-ാം മിനിറ്റിൽ തന്നെ വിജയ ഗോൾ നേടുക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. അത് ഇത്രയും വലിയ ഒരു വേദിയിൽ ആ ഒരു തിരിച്ചുവരവ് നടത്താൻ വേണ്ട മനസാന്നിധ്യം എന്ന് പറയുന്നത് അത് ലോക ചാമ്പ്യന്മാരുടെ മനസാന്നിധ്യമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ലോക ചാമ്പ്യൻ പട്ടത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അത് കിരീടം ചൂടിയത് കൊണ്ട് തന്നെ ഇനിയും കിരീടം നിലനിർത്താൻ അർജന്റീന ഇറങ്ങുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് എന്തായാലും ഉണ്ടായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, മുഹമ്മദ് സാലയും അങ്ങനെ കിരീടമില്ലാതെ മടങ്ങുകയാണ്. ഈജിപ്ത് സംബന്ധിച്ചിടത്തോളം വലിയൊരു ടീം അല്ലെങ്കിൽ പോലും മുഹമ്മദ് സല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലോക ഫുട്ബോളിൽ കാണിക്കുന്ന മാന്ത്രികത നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ലിവർപൂളിന് വേണ്ടി അദ്ദേഹം പ്രീമിയർ ലീഗിലും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ നടത്തിയ പ്രകടനം അതേ ശ്രദ്ധേയമായിരുന്നു. അങ്ങനെ ആ ടീമിനെ തോളിലേറ്റി ഒരു കിരീടത്തേക്ക് എത്തിക്കാൻ എന്തായാലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹവും അങ്ങനെ പാതി വഴിയിൽ മടങ്ങുകയാണ്. ഈ മത്സരങ്ങളുടെ പ്രത്യേകതയും അത് തന്നെയാണ്. നോക്കൌട്ട് മത്സരങ്ങളിൽ പല ഇതിഹാസങ്ങൾക്കും തോറ്റ് മടങ്ങേണ്ടി വരും. പക്ഷേ അതൊന്നും അവരുടെ ഐതിഹാസിക കരിയറിനെ ബാധിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ഐതിഹാസിക കരിയറിൽ അതൊരു മോശമാകില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും അർജന്റീന അങ്ങനെ ശക്തമായ ആവേശകരമായ മത്സരത്തിനൊടുവിൽ 3-2 എന്ന സ്കോറിന് വിജയിച്ചിരിക്കുകയാണ്. അത് വീണ്ടും പറയേണ്ടി വരുന്നത് 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം അവസാന മിനിറ്റുകളിൽ അവർ നടത്തിയ ശക്തമായ തിരിച്ചുവരവാണ്. ഈ തിരിച്ചുവരവ് തന്നെയായിരിക്കും ഒരു പക്ഷേ അർജന്റീനയെ ഇനിയുള്ള ലോകകപ്പിൽ അല്ലെങ്കിൽ ലോകകപ്പിന് മുമ്പിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും 3-2 എന്ന് പറയുന്ന ശക്തമായ സ്കോറിനൊടുവിൽ അർജന്റീന ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. സന.